അപ്പോൾ നമ്മുടെ ബേസിക് നോളജ് ഓഫ് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയുടെ അടുത്തൊരു ടൂളാണ് ComboBox എന്നാണ്. എന്താണ് നമ്മൾ ComboBox ഉപയോഗിക്കുന്നത്? ComboBox ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൊരു മിനി പ്രോജക്റ്റോ മെയിൻ പ്രോജക്റ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഫോമാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ ജെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഇട്ട് കൊടുക്കും. നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ കറസ്പോണ്ടിങ് പ്ലേസ് അല്ലെങ്കിൽ ഒരു കൺട്രി സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ഫോമിൽ ഒരു ഫീൽഡ് ഉണ്ട്. അതിന് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ഒരു 10,000 പേര് യൂസ് ചെയ്യുന്നുണ്ട്. 10,000 പേര് നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. എല്ലാവരും ആ ഒരു ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബോക്സിൽ മെയിലോ അല്ലെങ്കിൽ ഫീമെയിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിൽക്കണം. ആ ഒരു ടൈപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടി നമ്മുടെ യൂസറിന് കുറച്ചുകൂടി അട്രാക്റ്റീവ് അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സിന് എടുത്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഒരു ComboBox ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ComboBoxൽ ഇപ്പോൾ ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ഫീമെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു യൂസർ ആ ഒരു ലോഗിൻ ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു ComboBox ഇട്ടു. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ നിന്ന് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ജെൻഡർ ഏതാണ് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. സപ്പോസ് നമ്മുടെ ഒരു കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ComboBox ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു പ്ലേസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ യൂസർ എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ComboBoxന്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് യൂസറിന് ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രാം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയാണ് നമ്മൾ ComboBox ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ComboBox ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ജസ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ComboBoxൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വാല്യൂസും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ComboBoxന്റെ ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഐറ്റം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഈ ഒരു ഐറ്റം എന്ന പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഷോ ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ഞാൻ SSLC എന്ന് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ +2 എന്ന് കൊടുക്കുകയാണ്. പിന്നെ UG, PG, അങ്ങനെ ഞാൻ 4 കാറ്റഗറി ഞാൻ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ComboBoxൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ. ആ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ +2 കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അതല്ല, നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം. നമ്മൾ അടിച്ചു കൊടുത്ത ഐറ്റത്തിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം പ്രോപ്പർട്ടി തന്നെ എടുക്കുക. ഐറ്റം എന്ന പ്രോപ്പർട്ടി എടുക്കുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏതാണ് ഡിലീറ്റ് ചെയ്യണം. ഞാൻ UG എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യണം. UG എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് UG എന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കുക. അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ ഒരു UG എന്ന് പറഞ്ഞ ഒരു നമ്മൾ കൊടുത്ത ആ ഒരു ഐറ്റം ഡിലീറ്റ് ആയി. ജസ്റ്റ് റൺ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഐറ്റം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ആ PG എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ നിന്ന് ഡിലീറ്റ് ആയി പോയി. ഇനി നമുക്കിപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ UG എന്ന് പറഞ്ഞ ഓപ്ഷൻ ആഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പോയിട്ടല്ല നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് വേറൊരു മെത്തേഡിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ComboBoxന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആ ഒരു മെത്തേഡ് വഴി നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ആവശ്യമായ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയിലൊക്കെ പോയി നമ്മൾ ഐറ്റം ആഡ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ, കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ComboBoxന്റെ മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എല്ലാ ടൂളിനെയും പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ ഒരു ടൂളിന് കറസ്പോണ്ടിങ് ഒരു നെയിം നമുക്കിവിടെ പ്രോപ്പർട്ടി ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ComboBoxന്റെ നെയിം കിടക്കുന്നത് Combo1 ആയിട്ടാണ്. ആ ഒരു നെയിം പറ്റി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പേര് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ComboBox1 എന്ന് മാറ്റി ഞാൻ ജസ്റ്റ് CMB എന്ന് കൊടുക്കുകയാണ്. ComboBoxനെ ജസ്റ്റ് ഷോർട്ട് ആക്കിയിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിന് ശേഷം ഞാൻ എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ComboBox ആണ്. നമുക്ക് കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ കോഡിങ് എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് കോഡ് എഴുതാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇനി വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ComboBoxനും വരുന്ന ബാക്കി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഓടിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ComboBoxന്റെ ബാക്ക് കളർ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു
പ്രോപ്പർട്ടിയാണ് ബാക്ക് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമ്മുടെ ഈ ഒരു ഇഷ്ടമുള്ളൊരു കളർ പ്ലേസ് ചെയ്ത് നമുക്ക് ആ ഒരു ബാക്ക് കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി അതല്ല നമ്മുടെ കേഴ്സർ, ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യണ സമയത്ത് നമ്മുടെ ആ ഒരു കേഴ്സർ വരുമ്പോൾ ഇപ്പോൾ വരുന്ന ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു മൗസ് പുറത്തുള്ളപ്പോഴത്തെ ഐക്കൺ നമ്മുടെ ആ ഒരു കോംബോബോക്സിൽ കറസ്പോണ്ട് വരുന്ന ഐക്കൺ നമുക്ക് മാറ്റാൻ സാധിക്കും. ആ ഒരു ഐക്കൺ മാറ്റാൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കേഴ്സർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ സാധിക്കും. അത് മാറ്റി നമുക്ക് ഏതൊരു ഐക്കണാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഐക്കൺ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ ഐക്കൺ ചൂസ് ചെയ്യാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകാം, കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞൊരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോ കാണാത്തവർ നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൂടി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു മൗസ് പോയിന്റർ വരുമ്പോൾ അതിൻ്റെ കേഴ്സറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് മാറിയത് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഐക്കൺ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണ്ടിൻ്റെ കളറും നമ്മുടെ ഈ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റണം. നമുക്ക് ഇതിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്ന എല്ലാ ഫോണ്ടുകളെയും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഏതാണ് നമ്മുടെ ചൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഓക്കെ കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ ഫോണ്ടിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ഐറ്റംസ് നമുക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് മാറ്റി നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു കോംബോ ബോക്സിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഏതൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് എസ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടെസ്റ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് മാറിയത് കാണാൻ സാധിക്കും. ആ ഒരു സ്റ്റൈൽ നമുക്ക് മാറിയത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ ആ ഒരു വാല്യൂസ് ഒക്കെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു കോംബോക്സ് നിങ്ങൾക്ക് റൺ ചെയ്യുന്ന സമയത്ത് കാണണ്ടായി എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വിസിബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഫോൾസ് ആക്കിയിടുക. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ടൂള് നമുക്ക് ആ ഒരു നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി അതല്ല നമുക്കത് വിസിബിൾ ചെയ്യണം, പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ഈക്വൽ ടു ഫോൾസ് ആക്കിയിടാം. നമ്മുടെ എനേബിൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ഫോൾസ് ആക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് അത് കാണാൻ സാധിക്കും, പക്ഷേ നമുക്ക് അതിലൊന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചില വീഡിയോസിൽ അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകളൊക്കെ കാണുന്ന നമുക്കിവിടെ എഡ്യൂക്കേഷൻ അവിടെ സെലക്ട് ദ ചോയ്സ് അല്ലെങ്കിൽ ചോയ്സ് ദ ഐറ്റം എന്നൊക്കെ പറഞ്ഞ് നമുക്കിവിടെ എഴുതി കാണിക്കാറുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതിനൊന്നുമില്ല, ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് എനേബിൾ ഈക്വൽ ടു ട്രൂ ആക്കിയിടാണ്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നമുക്ക് എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് സെലക്ട് ദ എഡ്യൂക്കേഷൻ ടൈപ്പ് എന്ന് കൊടുക്കുകയാണ്. സെലക്ട് ദ എഡ്യൂക്കേഷൻ ടൈപ്പ് എന്ന് കൊടുക്കുകയാണ്. അതിന് ശേഷം ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കോംബോക്സിൻ്റെ അവിടെ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്ത് വരേണ്ടത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു +2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെസ്റ്റ് മാറി നമ്മൾ ആ ഒരു ചൂസ് ചെയ്ത ആ വാല്യൂ വരും. ഇതുപോലെ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ദ ഐറ്റം അല്ലെങ്കിൽ കറണ്ട്, സെലക്ട് ദ കൺട്രി അല്ലെങ്കിൽ സെലക്ട് ദ ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോംബോ ബോക്സിനെ കുറിച്ചുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ സെയിം ടെസ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കോംബോ ബോക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോംബോ ബോക്സിൽ മാത്രമായിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് ഇതിലേക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെസ്റ്റ് ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് തരണം. നമുക്ക് ടെസ്റ്റ് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈൽ, നമ്മുടെ ബാക്ക് കളർ മാറ്റാം, കേഴ്സറിൻ്റെ ഐക്കൺ മാറ്റാം, റൈറ്റ് ടു ലെഫ്റ്റ് ആക്കാം, എനേബിൾഡ് ആക്കാം, ഡിസേബിൾ ആക്കാൻ ഒരുപാട് പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മൾ അടുത്തൊരു പുതിയൊരു ടൂളാണ്. ആ ഒരു ടൂളിന് വരുന്ന കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും